ഹായ് ഡിയേഴ്സ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടോ നിങ്ങൾക്ക്? നിരന്തരം പരാജയപ്പെട്ടു പോവുകയാണോ നിങ്ങൾ? എങ്കിൽ ടീച്ചറമ്മ ഇന്ന് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കേണൽ സാൻഡേഴ്സന്റെ കഥ. അദ്ദേഹമാണ് നമ്മുടെ കെന്റക്കി ഫ്രൈഡ് ചിക്കൻ KFCയുടെ ഫൗണ്ടർ. ഏത് സാഹചര്യത്തിലും തളരാതെ മുന്നോട്ട് പോകണം എന്ന ഒരു വലിയ മെസ്സേജാണ് ഈ കഥ നമുക്ക് തരുന്നത്. കേണൽ സാൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. കെന്റക്കിയിലെ ഗ്യാസ് സ്റ്റേഷനിലുള്ള ഒരു ചെറിയ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കേണൽ സാൻഡേഴ്സൺ. അവിടെ പുതിയ ഹൈവേ വരുന്നത് പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് അടച്ചു പൂട്ടേണ്ട ഒരവസ്ഥ വന്നു. ഇത് അദ്ദേഹത്തിന്റെ 65-ാം വയസ്സിലാണ് സംഭവിക്കുന്നത് കേട്ടോ. സാൻഡേഴ്സൺ ആലോചിച്ചു, ഇനിയിപ്പോ എന്തു ചെയ്യും, മുന്നോട്ട് പോകാൻ എന്താണ് ഒരു വഴി? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ആശയം വരികയാണ്. അദ്ദേഹത്തിന് ചിക്കൻ ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്യാൻ അറിയാം. ഇത് സെയിൽ ചെയ്താലോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നു. അദ്ദേഹം പല റെസ്റ്റോറന്റ് ഉടമകളെയും സമീപിച്ചു. കടകൾ തോറും കയറി ഇറങ്ങി ചോദിച്ചു, എനിക്ക് ഒരു പ്രത്യേക രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ അറിയാം, ഞാൻ അങ്ങനെ വറുത്തു കൊണ്ടുവന്നാൽ നിങ്ങൾ അത് വിറ്റ് തരാമോ എന്ന് ചോദിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നോ 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 നോ. എല്ലാവരും അദ്ദേഹത്തെ റിജക്ട് ചെയ്തു. നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, 1009 നോ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. 1009 തവണ അദ്ദേഹത്തിന് റിജക്ഷൻ ഏൽക്കേണ്ടതായി വന്നു. സാൻഡേഴ്സൺ തളർന്നോ? തളർന്നില്ല. അദ്ദേഹം അടുത്ത റെസ്റ്റോറന്റ് ഉടമയെ സമീപിച്ചു. അപ്പോൾ അവിടെ ചിക്കൻ വറുക്കാനായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തി ലീവിലായതുകൊണ്ട് ഇദ്ദേഹത്തെ അവര് അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കേണൽ സാൻഡേഴ്സന്റെ ആ അമൂല്യമായ ചിക്കൻ റെസിപ്പി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. ഈ ചിക്കൻ ഫ്രൈ വാങ്ങാനായിട്ട് പലപ്പോഴും ഈ കടയുടെ മുമ്പിൽ കാറുകൾ വന്നു നിരന്ന് ട്രാഫിക് ജാം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് നമ്മുടെ കേണൽ സാൻഡേഴ്സൺ അവിടെ നിന്ന് വളർന്ന് അദ്ദേഹം KFC എന്നുള്ള സംരംഭം തുടങ്ങി. ഗ്ലോബൽ ഫാസ്റ്റ് ഫുഡ് സാമ്രാജ്യം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ ആ സീക്രട്ട് റെസിപ്പി, 11 ഹെർബ്സും സ്പൈസസും ചേർത്തുണ്ടാക്കുന്ന ആ റെസിപ്പി ഇന്നും ഒരു സിഗ്നേച്ചർ സീക്രട്ട് റെസിപ്പിയായി തുടരുന്നു. ലോകത്തിലെ 145 രാജ്യങ്ങളിലായി 30,000-ൽ പരം KFC ഔട്ട്ലെറ്റുകളാണ് ഇന്നുള്ളത്. ടീച്ചറമ്മ എന്തുകൊണ്ട് നിങ്ങൾക്ക് കേണൽ സാൻഡേഴ്സന്റെ കഥ പറഞ്ഞു തന്നു എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഇതുപോലെ നമുക്കും റിജക്ഷൻസ് വരും. പലരും നമ്മളെ റിജക്റ്റ് ചെയ്യും, പലരും നമ്മളെ ചവിട്ടി തേക്കും, നമ്മളെ വേദനിപ്പിക്കും, വിഷമിപ്പിക്കും, വലിച്ചു താഴത്തേക്കിടും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്തു എന്ന് കുറ്റാരോപണം നടത്തും. തളർന്നു പോകല്ലേ, തളരാൻ എളുപ്പമാണ്. ചാടി എഴുന്നേൽക്കണം. ആരൊക്കെ ഇനി എത്ര തളർത്തിയാലും 1000 മടങ്ങ് ശക്തിയോടെ മുന്നോട്ട് പോണം. കേണൽ സാൻഡേഴ്സൺ അന്ന് 1009 നോ കേട്ടപ്പോ മടുത്തു എന്ന് കരുതി അദ്ദേഹം നിർത്തിപ്പോയിരുന്നെങ്കിലോ? എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും തളരാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എത്ര റിജക്ഷൻസ് നേരിട്ടാലും, ആരൊക്കെ നോ പറഞ്ഞാലും, ആരൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക. വിജയിക്കും വരെ അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നെവർ എവർ ഗീവ് അപ്പ്. ഒരിക്കലും വിട്ട് കളയരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയിക്കും വരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
പരാജയങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടികളാണെന്ന് മറന്നു പോകരുത്. അതിശക്തമായി ചാടി എഴുന്നേറ്റ് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. റൈസ് ആൻഡ് ഷൈൻ സുഹൃത്തുക്കളെ, റൈസ് ആൻഡ് ഷൈൻ. ടീച്ചറമ്മ ഈ ഒരു വോയിസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ UK ട്രിപ്പിന് വേണ്ടി പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വോയിസ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. ഒരു കാലത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. ഇന്ന് പല പല രാജ്യങ്ങളിൽ ടീച്ചറമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരുപാട് റിജക്ഷൻസ്, ഒരുപാട് നോ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും ഞാൻ തളർന്നില്ല. അതിശക്തമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് സൂപ്പർ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല സ്റ്റുഡൻസും പറയാറുണ്ട്, ടീച്ചറമ്മ വളർത്തിയെടുക്കുന്ന പുലിക്കുട്ടികളാണ് ഞങ്ങൾ തളരില്ല എന്ന്. തളരരുത് രാമൻകുട്ടി, മുന്നോട്ട് പോവുക. വച്ച കാലം മുന്നോട്ടേക്ക്. ടീച്ചറമ്മയുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ, അതുപോലെ തന്നെ ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എത്രയും പെട്ടെന്ന് ടീച്ചറിന്റെ പേഴ്സണൽ സെക്രട്ടറി മിനിക്ക് 9526549978 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പ്ലാറ്റിനത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ലൈഫ് ടൈം ടീച്ചറമ്മയോട് ഒപ്പം നിങ്ങൾ ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയിട്ടുള്ള പ്ലാറ്റിനം മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് 9599776199 എന്ന അനിൽ സാറിന്റെ നമ്പറിൽ, ടീച്ചറമ്മയുടെ ഹസ്ബൻഡാണ്, അദ്ദേഹത്തിന്റെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോ നിങ്ങൾ, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്താനായിട്ട് നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ, അതും ജീവിതത്തിലെ കൊടിയ പരാജയങ്ങളിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള ഒരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് വേണ്ടത് അല്ലെ? അപ്പോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. റൈസ് ആൻഡ് ഷൈൻ ഡിയേഴ്സ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.